ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞങ്ങളുടെ കണ്ണൂർ സ്പെഷ്യലായിട്ടുള്ള കലത്തപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് ഈ കലത്തപ്പം എന്ന് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെ നമ്മൾ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതിനാദ്യം തന്നെ ഞാൻ ഒരു 1.5 ഗ്ലാസ് പച്ചരി എടുത്തിട്ട് നന്നായിട്ട് കഴുകി കുതിരാൻ വെക്കുന്നുണ്ട്. ഇതൊരു 4 മണിക്കൂർ വരെ ഞാനിത് കുതിർക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ട് കുറച്ച് ഉള്ളി അരിഞ്ഞതും കുറച്ച് തേങ്ങാക്കൊത്തുകളും ഒരു 3-4 ഏലക്കായി ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ 4 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഇതിൽ നിന്ന് അരിയൊക്കെ ഞാൻ ഒരു ജാറിലോട്ട് മാറ്റുന്നുണ്ട്. വെള്ളമൊക്കെ ഊറ്റിയെടുത്തതിന് ശേഷം അതിലോട്ട് മാറ്റുന്നുണ്ട്. ഈ പച്ചരിയിലോട്ട് ഒരു കയ്യിൽ ചോറ് കൂടി ചേർക്കുകയാണ്. പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള 4 ഏലക്കായുടെയും തോല് കളഞ്ഞിട്ട് കുരു മാത്രം ഇതിലോട്ട് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം, അതായത് അത് കവർ ചെയ്ത് അതിന് കണക്കായിട്ട് സമമായിട്ട് നിൽക്കുന്ന അത്രയും വെള്ളം ഇതിലോട്ട് ചേർക്കുക. ഒരുപാട് വെള്ളം ആകാതെ നോക്കണം. അതിനുശേഷം നമുക്കിത് ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. അങ്ങനെ നന്നായിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ടേക്ക് മാറ്റാം. അപ്പം നമ്മുടെ പച്ചരിയുടെ അരപ്പ് ഇവിടെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രം കൊണ്ട് പൊത്തി വെക്കാം. ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിനായിട്ടുള്ള വെല്ലം കുറുക്കിയെടുക്കണം. ഞാനിവിടെ 4 ആണി വെല്ലമാണ് എടുത്തിട്ടുള്ളത്. ഈ 4 ആണി വെള്ളത്തിൽ ഒരല്പം വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ച് ഇത് കുറുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിലോട്ട് കുറച്ച് ഞാൻ ഉപ്പ് കൂടി ഇടുന്നുണ്ട്. നേരത്തെ ഇട്ടിട്ടില്ലായിരുന്നു, അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് നമ്മളിനി കുറുക്കി വെച്ചിട്ടുള്ള ആ ഒരു വെല്ലത്തിൻ്റെ കുറുക്ക് ആ ചൂടോടെ തന്നെ നമ്മൾ അരിപ്പയിലൂടെ ഒഴിച്ച്, കാരണം അതിൻ്റെ കുറച്ച് വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പം നമ്മൾ അരിപ്പയിൽ ഒഴിച്ചിട്ട് വേണം ഇതിലോട്ട് ചേർക്കാൻ. അരിപ്പയിലൂടെ ഒഴിച്ചിട്ട് ചേർത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം. നമ്മളിപ്പം ഇതിനായിട്ടുള്ള വെല്ലം സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒരു വെള്ള കളറിലുള്ള വെല്ലം വേണം എടുക്കാൻ. കാരണം ഈ ഒരു കറുപ്പ് കളറിലുള്ള വെല്ലമാകുമ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കുറച്ച് കുറയും. അപ്പം വെള്ള വെല്ലമാകുമ്പോൾ കുറച്ചുകൂടി നല്ലതായിരിക്കും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൽ വളരെ കുറച്ച് ബേക്കിംഗ് സോഡ കൂടി, അഥവാ അപ്പക്കാരം കൂടി നമ്മളിതിൽ ചേർക്കുന്നുണ്ട്. അതൊന്ന് പൊങ്ങി വരാനും അതിൻ്റെ ടെക്സ്ചറിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അപ്പക്കാരം ചേർക്കുന്നത്. അപ്പോൾ ഇതും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. ഇനി പെട്ടെന്ന് തന്നെ നമ്മളിത് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളൊരു കുക്കറിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്ത് ചേർക്കാം. അപ്പോൾ തേങ്ങാക്കൊത്ത് ഒന്ന് വഴണ്ടി വന്നതിന് ശേഷം ഒന്നൊരു ബ്രൗൺ നിറം ആകുമ്പോഴാണ് നമ്മൾ ഇതിലോട്ട് ഉള്ളി ആഡ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഉള്ളിയും കൂടിയിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ഒരല്പം നെയ്യും കൂടി ചേർക്കേണ്ടതുണ്ട്. നെയ്യ് ചേർക്കുമ്പോൾ കുറച്ചുകൂടി ഒരു ടേസ്റ്റ് കിട്ടും നമുക്ക്. അപ്പോൾ നെയ്യും കൂടി ചേർത്തതിന് ശേഷം ഇതിൽ നിന്ന് കുറച്ചെടുത്ത് നമ്മുടെ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക്. അതിനുശേഷം അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നേരെ നമ്മൾ കുക്കറിലോട്ട് ഒഴിക്കുക ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഒട്ടും സമയം കളയാൻ പാടില്ല, കാരണം പെട്ടെന്ന് തന്നെ, കാരണം നമ്മുടെ വെല്ലം കുറുക്കി ചൂടോടെ അതൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഇത്രയും സാധനം ചേർത്ത് പെട്ടെന്ന് തന്നെ നമ്മൾ കുക്കറിലോട്ട് ഒഴിച്ച് വെക്കണം. ഇനി നമുക്കിത് ഒരു 10-15 മിനിറ്റോളം നമ്മുടെ കുക്കറിൽ അടച്ച് വെച്ച്, വിസിൽ വെക്കാൻ പാടില്ല, അടച്ച് വെച്ച് നമുക്കിത് വേവിച്ചെടുക്കാം. ഒരു 15 മിനിറ്റ് മതിയാകും. ആ സമയം കൊണ്ട് നമ്മുടെ കുക്കായി കിട്ടും. അപ്പോൾ 15 മിനിറ്റ് ആയപ്പോഴേക്ക് ഇതാ നമ്മുടെ കലത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് തണിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ ഇതൊരു പാത്രത്തിലോട്ട് മാറ്റിയാൽ മതി. അപ്പോൾ ഇതാ നമ്മുടെ കലത്തപ്പം ഞാനിതൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തന്നെ നമ്മൾ ഈ ഒരു 4 മണിക്കൂർ അരി പൊതിർത്ത് വെക്കുക എന്നുള്ളൊരു പ്രോസസ്സിങ് വിട്ടാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് എളുപ്പത്തിൽ ഒരു 15 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ഒരു കലത്തപ്പം റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ട് നന്നായിട്ട് ആരൊക്കെ വീണിട്ട് നമുക്ക് നമ്മുടെ കലത്തപ്പം ഉണ്ടാക്കി കിട്ടിയിട്ടുണ്ട്. നമ്മൾ അപ്പക്കാരം ഇതിൽ അധികം ആവാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതുവരെ കലത്തപ്പം ആക്കി നോക്കാത്ത ആൾക്കാർ ഇനി ബേക്കറിയിൽ പോയി വാങ്ങാതെ സ്വന്തമായിട്ട് വീട്ടിൽ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ.